ജീവൻ പോയതിന് ശേഷമാണ് നമ്മൾ ശവപ്പെട്ടിക്കകത്ത് കയറാറ്. പക്ഷേ ഇത് ജീവനോടെ ശവപ്പെട്ടിക്കകത്ത് കയറിയിട്ട് നമ്മുടെ ജീവൻ പോയ അവസ്ഥ എങ്ങനെ ഇരിക്കും? ആ അവസ്ഥയിലാണ് സെറ്റ്ലാക്സിന്റെ ഇന്നത്തെ ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ പൊന്നു മക്കളെ, ഈ ഇൻസ്ട്രക്ഷൻസ് തരുന്ന ആൾക്കാർ പറയുന്നത് എന്താണോ അത് അതിനനുസരിച്ച് കറക്റ്റായിട്ട് നമ്മൾ ചെയ്യുക. അതൊന്നും ഒരു അണുവിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയോ പിടിക്കുകയോ ഒന്നും ചെയ്യരുത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ എക്സ്പീരിയൻസും ഈ ചലഞ്ചും എങ്ങനെയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തതെന്നുള്ളത് നമുക്ക് നോക്കാം. അതേപോലെ തന്നെ ഈ സ്ഥലം എന്താണ്, എവിടെയാണ്, എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് കാണാം. ഇത് പറയുമ്പോൾ തന്നെ എൻ്റെ ചങ്ക് കത്തുന്നു. അയ്യോ, 2 സെക്കൻഡ് സ്വർഗം നരകം എല്ലാം കണ്ട് നമ്മൾ തിരിച്ചു വരും. അപ്പോൾ ഒരു കുഞ്ഞ് KSRTC യാത്രയാണ്. നേരെ നമ്മൾ പാലക്കാടിനാണ് പോകുന്നത്. മിനിയമ്മയും ചേട്ടായിയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടെ ചെന്ന് പാലക്കാട് ചെന്ന് അവിടുന്ന് പിള്ളേരുടെ അമ്മനെ വിളിച്ച് നേരെ ഞങ്ങൾ മലമ്പുഴ ബസ് കയറി. മലമ്പുഴ ബസ് കയറിയിട്ട് നേരെ ചെന്ന് നമ്മൾ ഫാൻറ്റസി പാർക്കിൻ്റെ അവിടെ ഇറങ്ങുകയാണ് ചെയ്യുന്നത്. നേരെ എൻട്രൻസ് കയറുന്ന സമയത്ത് തന്നെ ഇതേപോലെ ഫാൻറ്റസി പാർക്ക് എന്ന് കാണുന്ന ആ ഫ്രണ്ട് പോർഷൻ, അത് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ടിക്കറ്റ് കൗണ്ടർ വരുന്നുണ്ട്. ടിക്കറ്റ് എടുക്കുക. ടിക്കറ്റ് ഒരാൾക്ക് വരുന്നത് 750 രൂപയാണ്. പിള്ളേർക്കും വലിയ ആൾക്കാർക്കൊക്കെ അതിനനുസരിച്ച് റേറ്റ് കുറച്ചാട്ടോ വരുന്നത്. ഇനി നമ്മൾ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ലോക്കറിന് കീ മേടിക്കാൻ കിട്ടും. കീക്ക് 80 രൂപയും കണ്ടാണ്. നമ്മൾ 200 രൂപ കൊടുക്കും, ബാക്കി അവർ റിട്ടേൺ ചെയ്യും. അങ്ങനെ എന്തോ ആണ് സംഭവം. ഞാനത് മറന്നുപോയി കറക്റ്റ് എമൗണ്ട് എത്രയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇത് വാട്ടർ പ്രൂഫാണ്, നമുക്ക് കയ്യിലിട്ട് തന്നെ നടക്കണം. ഇത് ഒരിക്കലും മിസ്സാവരുത്. ബാത്റൂമിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമുക്ക് ലോക്കറിൻ്റെ കീ വരുന്നത്. അവിടെ പോയി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് എല്ലാ സാധനങ്ങളും ലോക്കറിനുള്ളിൽ വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് നടക്കുക. അവിടെ കയറുമ്പോൾ തന്നെ ആൾക്കാരുണ്ടാവും അവിടെ ഇൻസ്ട്രക്ഷൻസും തരാൻ വേണ്ടിയിട്ട്. ഇവിടെ വാട്ടറിൻ്റെ ഇതേപോലെ കുറേ ഗെയിമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാം ഓഫാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ ബാക്കിയുള്ള റൈഡൊക്കെ കയറിയതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷമേ വാട്ടർ കയറാൻ പറ്റുള്ളൂ. വാട്ടറിനകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും ബാക്കിയുള്ള റൈഡിലൊന്നും കയറാൻ പറ്റില്ല. ഷോക്ക് അടിക്കാനും കാര്യങ്ങളൊക്കെ ചാൻസ് വളരെ കൂടുതലാണ്. അതിന് ഞങ്ങളെല്ലാവരും ചെന്ന് ഇതേപോലത്തെ കാറൊക്കെ ഒന്ന് ഓടിച്ച് കുഞ്ഞു പിള്ളേരുടെ ഒന്ന് സെറ്റപ്പൊക്കെ ആദ്യം ഒന്ന് കണ്ടിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയേക്കുന്നത് 16D സിനിമ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു 10 മിനിറ്റത്തെ സിനിമയാണ്. അപ്പോൾ ഇത് നമ്മൾ ക്യൂ ഒക്കെ നിന്ന് കയറി അതിനകത്തൊരു 10 പേർക്ക് അടുത്തങ്ങാടൊക്കെ ഇരിക്കാനുള്ള സൗകര്യമുള്ളൂ. നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു റൈഡ് നമുക്ക് പോയിട്ട് വരാം. ജസ്റ്റ് ഒരു 3D സിനിമ. അപ്പോൾ പക്ഷേ നല്ല സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു മിറർ, അതായത് ഇതേപോലത്തെ ഒരു മാജിക് മിററിൻ്റെ ഒരു റൂമിനുള്ളിൽ കൂടെ കയറിയിട്ടാണ് പുറത്തോട്ട് ഇറങ്ങുന്നത്. ഇനി നമുക്ക് പോകാനുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലൊരു ഗുഹയാണ്. അതായത് ഇതിനുള്ളിൽ കുറേ പ്രേതത്തിൻ്റെ സെറ്റപ്പുകൾ, കാര്യങ്ങൾ, കുറേ ഹണ്ടുകൾ, അങ്ങനത്തെ അങ്ങനെ ഒരു കുഞ്ഞ് ഹൗസാണിത്. അപ്പോൾ ഈ ഹൗസിനുള്ളിൽ നമ്മൾ കയറുകയാണ്. ഇതിനകത്ത് ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഫുൾ ഇരുട്ടാണ്. ഇതിനകത്ത് ഞാൻ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. പിന്നെ കൊച്ചിനെ പിടിക്കുന്നതുകൊണ്ട് എനിക്കത് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റില്ല. പല കാര്യങ്ങളും നമ്മൾ അത് നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫോൺ കൈ വെച്ചിട്ടുണ്ട്. പക്ഷേ ഫോണിലൂടെ ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നതുകൊണ്ട് ഫുള്ളായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പരമാവധി പറ്റുന്ന എല്ലാം ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ളത് ടവറിൻ്റെ ഗെയിം, ഒറ്റ റൈഡ് പോലും നമ്മൾ വിട്ടിട്ടില്ല. ഈ ടവറിൻ്റെ അതേപോലെ ഈ ഊഞ്ഞാലിൻ്റെ എല്ലാ സാധനത്തിലും കയറി ഒറ്റ ഒരെണ്ണം വിടാണ്ട് ഞാൻ, അതായത് 750 രൂപ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത് നഷ്ടമല്ല. കാരണം അത്ര എല്ലാത്തിലും കയറണം, അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ചിലർക്കൊക്കെ പറ്റാത്തതുകൊണ്ടാവും. ഊഞ്ഞാലിലൊക്കെ കറങ്ങിയിട്ട് ഒത്തിരി പേര് ഛർദ്ദിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പേടിയുണ്ടെന്നുണ്ടെങ്കിലൊക്കെ കയറാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇങ്ങനെ വ്യാളി, അതേപോലെ കുഞ്ഞു പിള്ളേർക്ക് കളിക്കാനുള്ള സംഭവങ്ങളും എല്ലാ ഏജിലുള്ള ആൾക്കാർക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ കയറാനും കാര്യങ്ങളൊക്കെ പറ്റും. അപ്പോൾ അങ്ങനത്തെ കുറേ ഗെയിമുകൾ, ഒരു ഗെയിം പോലും ഞങ്ങൾ വിടാതെ എല്ലാം ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഈ ഉച്ചയൊക്കെ ആവാറാവുന്ന വരെ നമ്മൾ ഈ റൈഡുകളിലും കാര്യങ്ങളിലും ഒക്കെയാണ് കയറുന്നത്. അങ്ങനെ ഈ റൈഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി അതിനുള്ളിൽ തന്നെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ആ റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡ് വലിയ നല്ലതാണെന്നൊന്നും പറയുന്നില്ല, എന്നാലും ബിരിയാണിയും ചോറൊക്കെ കിട്ടും. അതൊക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഇതേപോലെ വാട്ടർ റൈഡിലോട്ട് ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ ഞാനാട്ടോ ദേ വരുന്നത്. ആദ്യം തന്നെ ഏറ്റവും പാടുള്ളൊരു സാധനമായിരുന്നു. പക്ഷേ അതിൻ്റെ ആ ഒരു ട്രിക്ക് ഇറങ്ങി വരുന്നത് നമ്മൾ വെള്ളം കുടിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ട്രിക്കൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അടിപൊളി സംഭവം കേട്ടോ. ഈ വാട്ടറിൻ്റെ എല്ലാ റൈഡിലും നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ലേ, ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ കുറച്ച് കഴിക്കുക. കാരണം ഒരുപാട് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാം ഛർദ്ദിക്കാൻ വരവും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഭയങ്കര അസ്വസ്ഥതയായിരിക്കും. ഇതിലെല്ലാം നല്ലപോലെ എൻജോയ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പം നമ്മൾ എല്ലാത്തിലും കയറണം എന്നുണ്ടെങ്കിലും എല്ലാം എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഫുഡൊക്കെ ഒന്ന് കുറച്ച് കഴിച്ചതിന് ശേഷം വരിക. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വാട്ടർ റൈഡെല്ലാം എല്ലാ ടൈമും ഇങ്ങനെ എപ്പോഴും ഓൺ ആയിരിക്കും. നമുക്ക് എല്ലാത്തിലും ഫ്രീ ആയിട്ട്, അതായത് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് എല്ലാത്തിലും കയറാൻ പറ്റും. നമുക്ക് ടൈം ഉണ്ടായാൽ മാത്രം മതി. അപ്പോൾ ഫുൾ ടൈം നമ്മൾ എൻജോയ് ചെയ്യാൻ നോക്കുക. ഇതേപോലെ പാട്ട് റൈഡ്, ഗുഹ, മോൾ എല്ലായിടത്തും നമുക്ക് ചെന്ന് കളിക്കാൻ പറ്റും. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം ഈ ഒരു സംഭവമാണ്. അതായത് വേവ് പൂൾ. ഒരു മണിക്കൂറിൽ ഒരു 10 മിനിറ്റ് ഈ സംഭവം ഉള്ളൂ. അപ്പോൾ ആ ടൈമിൽ ബാക്കിയുള്ള വാട്ടർ റൈഡ് എല്ലാം ഓഫാവും. എന്നിട്ട് നമ്മുടെ ഈ വേവ് പൂൾ മാത്രമേ അന്നേരം പ്രവർത്തിക്കത്തുള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും ആ ഒരു സൈറൺ കേൾക്കുന്ന സമയത്ത് ഇവിടെ വരിക. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പിന്നെ പഴയപടി തന്നെ തിരിച്ചു പോവാം. ഇപ്പം ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് ഇവിടെയുള്ള ഒട്ടുമിക്ക ആൾക്കാരും കയറാത്ത ഒരു ശവപ്പെട്ടി പോലത്തെ ഒരു സെറ്റപ്പിലാണ് കേട്ടോ. അതിനകത്ത് എന്തായാലും ഒന്ന് കയറി നോക്കാം. ഇതാണ് സംഭവം. ഇതിന്റെ മുകളിൽ 4 പേർക്ക് ഇരുന്ന് പോകാനുള്ളതുണ്ട്. അതേപോലെ തന്നെ 4 പേർക്ക് പോകാനുള്ളതുണ്ട്. അതേപോലെ തന്നെ ഒരാൾക്ക് പോകുന്നുണ്ട്. പിന്നെ ഒരെണ്ണം നമ്മൾ മാത്രം വെറും പ്ലെയിൻ ആയിട്ട് ട്യൂബോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് ഒരു കുഴലിൽ കൂടെ പോകുന്നതാണ് ശരിക്കും പേടിക്കുന്ന ഒരു എക്സ്പീരിയൻസ്. മുടിയൊക്കെ കെട്ടി വെച്ചു, ക്ലിപ്പൊന്നും ഇടാൻ പറ്റത്തില്ല.
ഇതാണ് ശവപ്പെട്ടി റൈഡിൻ്റെ ഇമ്പോർട്ടൻസ്. അതായത് ശവപ്പെട്ടി റൈഡ് എന്ന് ഞാൻ പേരിട്ടതാണ് കേട്ടോ. കാരണം എനിക്ക് അങ്ങനെ തന്നെയാണ് ഈ സാധനം തോന്നിയത്. അതായത് ഒരു ശവപ്പെട്ടി ചിരിച്ചു വെച്ചിരിക്കുന്ന പോലെ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ക്ലിപ്പോ സാധനങ്ങളോ ഒന്നും ഇടാൻ പാടില്ല, മുടിയൊക്കെ കെട്ടി വെക്കണം. അതേപോലെ അവരെങ്ങനെ കൈ വെക്കാൻ പറഞ്ഞോ അതുപോലെ കൈയും കാലും ഒക്കെ വെച്ചിട്ട് ഇതിനകത്ത് നിൽക്കുക. ഇതിനകത്തോട്ട് കയറുമ്പോൾ തന്നെ എൻ്റെ അടിവയറ്റിൽ ഇങ്ങനെ എന്താ ജീവൻ ഇപ്പോൾ പോവും എന്നൊരു ചിന്തയിൽ തന്നെയാണ് ഞാൻ കയറുന്നത്. രണ്ടാമതാണ് കയറുന്നത്. ആദ്യം കയറിയ സമയത്ത് എന്തെങ്കിലും ഫോണില്ലാത്തതുകൊണ്ട് എനിക്ക് വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷേ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ തോന്നിയോണ്ട് മാത്രമാണ് ഞാൻ രണ്ടാമത് വീണ്ടും ഞാൻ ഇത്രയും എന്താ പറയുക റിസ്ക് എടുത്ത് ഈ സാധനത്തിനകത്ത് കയറുന്നത്. അത്ര ധൈര്യമുള്ള ആൾക്കാർ മാത്രം കയറുക. ഇവരിങ്ങനെ അത് ക്ലോസ് ചെയ്യും. നമ്മുടെ കാല് വെച്ചിരിക്കുന്ന ഒരു ഷീറ്റിലാണ്, അതായത് ഇതേപോലെ തന്നെ ഒരു ഇരുമ്പിൻ്റെ ഒരു തകിടാണ്. അപ്പോൾ ഇവരിവിടെ പ്രസ് ചെയ്യുന്ന സമയത്ത് ആ സാധനം നീങ്ങുകയാണ് ചെയ്യുക. അത് മാറുമ്പോഴത്തേക്കും നമ്മൾ താഴോട്ട് അങ്ങ് പോകും. വെറും 2-3 സെക്കൻഡിനുള്ളിൽ നമ്മൾ താഴെ എത്തും. നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയ ഈ പൈപ്പിനുള്ളിൽ കൂടെ ഞാനിപ്പോൾ പോകുന്ന കാണാം. കണ്ടോ? അങ്ങനെ ചെയ്യുന്നത് താഴെ വന്നിറങ്ങും. അതായത് ചെറിയ നിഴൽ പോലും നമുക്ക് കാണാൻ പറ്റും. എന്തോ നമ്മൾ ജീവൻ പോയല്ലോ എന്ന് ചിന്തിക്കുമ്പോഴത്തേക്കും തന്നെ താഴെ എത്തിയിട്ടുണ്ടാവും. ശരിക്കും പരലോകം കണ്ടിട്ട് തിരിച്ചു വരാം. സുരക്ഷട്ടോ എടുത്തായിരുന്നോ ചേട്ടായി വരുന്ന പോലെ? അച്ഛൻ വരുന്ന കണ്ടു അങ്ങനെ ഇരിക്കുന്നൊന്നുമില്ല. പക്ഷെ അങ്ങ് പോകുന്നത് ശരിക്കും ഉണ്ടല്ലോ സ്വർഗത്തിൽ എങ്ങനെ എത്തുന്നേ? തുടക്കത്തില് ശരിക്കും ശവത്തിന് സെമിത്തേരിലോട്ട് തള്ളി വിടുമ്പോ പോകുന്നത് എങ്ങനെയാണ് എത്തുന്നത്? നരകത്തിലെ സ്വർഗത്തിലായിരിക്കും. ഇതിൽ നിങ്ങൾ മുകളിലായിട്ട് 2-3 ചേട്ടന്മാർ അവിടെ വർക്ക് ചെയ്യുന്നത് കണ്ടോ? നിങ്ങളിപ്പോ മുകളിൽ ആ ചേട്ടന്മാർ വർക്ക് ചെയ്യുന്നത് കണ്ടില്ലേ? അതിനുള്ളിൽ കൂടെയാണ് നമ്മളിപ്പോ വന്നേക്കുന്നത്. അതിനുള്ളിൽ കൂടെ വന്ന് ഈ കുഴൽ കണ്ടോ? ഈ ഒരു കുഴലിനുള്ളിൽ കൂടെയാണ് ഞാൻ പോയത് കേട്ടോ. അയ്യോ, അടിപൊളി എക്സ്പീരിയൻസ്. എന്തായാലും നമുക്ക് അടുത്തൊരു അപ്പോൾ നമ്മളെല്ലാ റൈഡിലും കയറി പിന്നെയും കയറി ഭയങ്കരമായിട്ട് അൺലിമിറ്റഡ് ആയിട്ട് എൻജോയ് ചെയ്തൊരു ടൈമാണിത്. 6:30 വരെ എങ്ങാണ്ടാണ് നമ്മുടെ ഇതിൻ്റെ എൻഡിങ് ടൈം വരുന്നത്. നമ്മൾ 5:30-6 മണി ആയപ്പോഴത്തേക്കും തന്നെ ഇവിടുന്ന് പോകുന്നു. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്തായാലും വരാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ വരേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ, പാലക്കാട് മലമ്പുഴ ഫാൻറ്റസി പാർക്കിൽ. അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.